ആത്മാ നമസ്തേ. ഗ്രാൻഡ് മാസ്റ്റർ ചുവാക്കോക്സിയുടെ പ്രാണിക് ഫെങ്ഷി കോഴ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജൂലൈ 5-ാം തീയതി തൃശൂർ ഹോട്ടൽ ദാസ് കോണ്ടിനെന്റിൽ വെച്ചാണ് പ്രാണിക് ഫെങ്ഷിയുടെ കോഴ്സ് നടക്കുന്നത്. പ്രാണിക് ഫെങ്ഷി കോഴ്സിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് പ്രാണിക് ഫെങ്ഷി നമ്മളെ പഠിപ്പിക്കുന്നത്? പ്രാണിക് ഫെങ്ഷി പ്രധാനമായും നിർദ്ദേശിക്കുന്നത് പ്രാണിക് ഫെങ്ഷി ദ സയൻസ് ആൻഡ് പവർ ഓഫ് ഡയറക്ഷൻസ്, ഓരോ ദിക്കുകളിൽ നിന്നും ഓരോ ദിശകളിൽ നിന്നും വരുന്ന സൂക്ഷ്മ ഊർജത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് അനുയോജ്യമായ സൂക്ഷ്മോർജത്തിന്റെ ലഭ്യത നമ്മളുടെ ഓഫീസുകളിലും വീടുകളിലും സമൃദ്ധമായി ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നടത്തേണ്ടത് എന്നുമാണ് പ്രാണിക് ഫെങ്ഷി പ്രധാനമായും നിർദ്ദേശിക്കുന്നത്. ഒന്ന്, കൃത്യമായിട്ടുള്ള കവാടങ്ങൾ ഒരുക്കുക. നമ്മുടെ ജീവിതത്തെ സമ്പദ് സമൃദ്ധിയിലേക്കും ഐശ്വര്യ അഭിവൃദ്ധിയിലേക്കും നയിക്കുന്നതിന് സഹായകരമായ ഫ്രഷ് ആയിട്ടുള്ള എനർജി കടന്നു വരുന്നതിന്, നല്ല ഫ്രഷ് ആയിട്ടുള്ള സൂക്ഷ്മോർജം ലഭ്യമാക്കുന്നതിന് വേണ്ട എങ്ങനെ നമ്മുടെ വീടിന്റെയും ഓഫീസിന്റെയും കവാടങ്ങൾ കൃത്യമായി സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് പ്രാണിക് ഫെങ്ഷി നിർദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ തെറ്റായിട്ടുള്ള കവാടങ്ങൾ, ശരിയായ ദിശയിലേക്ക് തുറക്കുന്നതല്ലാത്ത കവാടങ്ങൾ നമുക്ക് അനുയോജ്യമായ ഊർജത്തെ അല്ല നമ്മളിലേക്ക് നൽകുന്നത്. അത് യഥാർത്ഥത്തില് ജീവിതത്തില് ദൗർഭാഗ്യങ്ങളും ദുരിതങ്ങളും ക്ഷണിച്ചു വരുത്തുന്നതിനുള്ള കവാടങ്ങളായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക. എങ്ങനെ ഇത്തരത്തിലുള്ള ഓൾറെഡി നിലനിൽക്കുന്ന കവാടങ്ങളെ എങ്ങനെ നമുക്ക് അനുയോജ്യമായ ഊർജത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്ന തരത്തിലേക്ക് നമുക്ക് ക്രമീകരിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രാണിക് ഫെങ്ഷുയിലൂടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ഓരോ ദിക്കിൽ നിന്നും വരുന്ന സൂക്ഷ്മ ഊർജത്തിന് കൃത്യമായ സവിശേഷതകളുണ്ട്. അപ്പൊ കൃത്യമായ കവാടങ്ങൾ ഒരുക്കിക്കൊണ്ട് അനുയോജ്യമായ ഊർജത്തെ നമ്മുടെ വീടുകളിലേക്കും ഓഫീസിലേക്കും സമൃദ്ധമായിട്ട് വരുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ട കൃത്യമായ കവാടങ്ങൾ ഒരുക്കുക, കൃത്യമായ വാതായനങ്ങൾ തുറന്നിടുക എങ്ങനെയാണ് എന്ന് പ്രാണിക് ഫെങ്ഷി നിർദ്ദേശിക്കുന്നു. അതേപോലെ നമ്മുടെ കുട്ടികളുടെ പഠന മികവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ബുദ്ധി വികാസത്തിനും അവരുടെ പഠന മികവിനും സഹായകരമായ സൂക്ഷ്മ ഊർജത്തിന്റെ ലഭ്യത സമൃദ്ധമായി ഉറപ്പുവരുത്തുന്നതിന് സഹായിക്കും വിധം എങ്ങനെ അവരുടെ സ്റ്റഡി ടേബിൾ, അവരുടെ പഠന മുറികളും അതേപോലെ അവരുടെ ബെഡ്, അതേപോലെ അവരുടെ കിടപ്പ് മുറികളൊക്കെ എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളത് പ്രാണിക് ഫെങ്ഷിയിലൂടെ വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ബിസിനസ് ചർച്ചകളിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കും വിധം അതിന് അനുയോജ്യമായ സൂക്ഷ്മോർജത്തിന്റെ ലഭ്യത സമൃദ്ധമായി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമുക്ക് എങ്ങനെ നമ്മുടെ ഓഫീസ് സെറ്റ് ചെയ്യാം, നമ്മുടെ ഇരിപ്പിടങ്ങളും നമ്മുടെ ഓഫീസ് ടേബിളും ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് പ്രാണിക് ഫെങ്ഷിയിലൂടെ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. എങ്ങനെ ശരിയായ രീതിയിൽ ബെഡ്റൂം ക്രമീകരിച്ചുകൊണ്ട്, കിടക്കകൾ ക്രമീകരിച്ചുകൊണ്ട് നല്ല ഒരു ഹൃദ്യമായ സുഖകരമായ ദാമ്പത്യ ജീവിതത്തിന്, ആനന്ദകരമായ ദാമ്പത്യ ജീവിതത്തിന് സഹായിക്കും വിധം അല്ലെങ്കിൽ അതിന് സഹായകരമായ സൂക്ഷ്മോർജത്തിന്റെ ലഭ്യത സമൃദ്ധമായി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കിടപ്പുമുറികളും ബെഡും എങ്ങനെ ക്രമീകരിക്കാം, അതേപോലെ നല്ല ഉറക്കം ലഭിക്കുന്നതിന്, നല്ല വിശ്രമം ലഭിക്കുന്നതിന്, നല്ല ആനന്ദം ലഭിക്കുന്നതിന് വേണ്ടി കിടപ്പുമുറികളെ എങ്ങനെ ക്രമീകരിക്കണം, മറ്റു മുറികളെ എങ്ങനെ ക്രമീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളും സമൃദ്ധമായി അനുകൂലമായ സൂക്ഷ്മോർജത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എങ്ങനെ നമ്മുടെ കിച്ചൺ സെറ്റ് ചെയ്യാം, കിച്ചണിലെ ഓരോ കാര്യങ്ങളും ഏതേത് ദിശകളിൽ ഏതേത് ദിക്കുകളിൽ കൃത്യമായി സെറ്റ് ചെയ്യണമെന്നും, ഏത് ദിശയാണ് കുക്ക് ചെയ്യുന്നതിന് നമുക്ക് ഫേസ് ചെയ്യാൻ നല്ലത്, അല്ലെങ്കിൽ ഏത് ദിശയിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ് കുക്കിംഗ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് തുടങ്ങി അനേകം കാര്യങ്ങൾ പ്രാണിക് ഫെങ്ഷിയിലൂടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ശരിയായ രീതിയിൽ ലളിതമായിട്ട് അത് നമ്മുടെ കിച്ചണിലൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാനും സാധിക്കും. ഒരു മത്സ്യം അത് അധിവസിക്കുന്ന ജലത്തിന്റെ ഗുണനിലവാരം ആ മത്സ്യത്തെ എങ്ങനെയാണോ സ്വാധീനിക്കുന്നത്, അതേപോലെ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ചുറ്റുപാടുമുള്ള സൂക്ഷ്മ ഊർജത്തിന്റെ സ്വാധീനം
വലിയ അളവിൽ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. ഭൗതികമായി, വൈകാരികമായി, മാനസികമായി, ആത്മീയമായി, സാമ്പത്തികമായും വലിയ അളവിൽ നമ്മുടെ ചുറ്റുപാടിലും ലഭ്യമായിട്ടുള്ള സൂക്ഷ്മോർജത്തിന്റെ സ്വാധീനം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെ ഈ സൂക്ഷ്മോർജത്തെ കുറിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ പ്രാപഞ്ചിക സൂക്ഷ്മോർജ സിദ്ധാന്തത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പദ് സമൃദ്ധി എങ്ങനെ നമുക്ക് അട്രാക്ട് ചെയ്യാം, അതുവഴി നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും, അതിനു വേണ്ട സാങ്കേതിക വിദ്യയാണ് യഥാർത്ഥത്തിൽ പ്രാണിക് ഫെങ്ഷുയി. ഭൂമിയിലെ ഊർജ സ്രോതസ്സുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ജീവിതത്തില് ജീവിത വിജയവും അതേപോലെ നല്ല ആരോഗ്യവും സന്തോഷവും സമ്പദ് സമൃദ്ധിയും ആത്മീയമായിട്ടുള്ള വികാസവും നേടിയെടുക്കുന്നതിന് പ്രാണിക് ഫെങ്ഷുയി നമ്മളെ സഹായിക്കുന്നത്. ഓരോ ദിക്കുകളിൽ നിന്നും വരുന്ന ഊർജത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യ അഭിവൃദ്ധിയുടെയും ദിക്കിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ ഉയർന്ന സമ്പദ് സമൃദ്ധിയും ഐശ്വര്യ അഭിവൃദ്ധിയും പ്രകടമാക്കാനും അതേപോലെ നമ്മളുടെ ഗൃഹാന്തരീക്ഷത്തിൽ എങ്ങനെ ഉയർന്ന അളവിൽ ആത്മീയ ഊർജത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താമെന്നും പ്രാണിക് ഫെങ്ഷുയിലൂടെ നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ സ്ഥലങ്ങളെയും ആ സ്ഥലങ്ങളിലെ മുറികളുടെ ഘടന അതേപോലെ ആ സ്ഥലങ്ങളിൽ ലഭ്യമായിട്ടുള്ള ചില വസ്തുക്കൾ, ചില രൂപങ്ങൾ തുടങ്ങിയവയുടെ സ്വാധീനം ആ സ്ഥലത്തെ ഊർജ സാന്നിധ്യത്തെ എങ്ങനെ പോസിറ്റീവായും നെഗറ്റീവായും സ്വാധീനിക്കുന്നു എന്നും നമ്മുടെ ഓരോ സ്ഥലങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ എങ്ങനെയാണ് നല്ല വസ്തുക്കളും നല്ല ചിത്രങ്ങളും അതേപോലെ നല്ല രൂപങ്ങളും നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ലളിതമായും വിശദമായും പ്രാണിക് ഫെങ്ഷുയി നിർദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ചുമരുകളിൽ പതിപ്പിക്കുന്ന ചിത്രങ്ങൾ, മറ്റു വസ്തുക്കൾ, ഇതൊക്കെ എങ്ങനെ നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, നമ്മുടെ ജീവിതത്തെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന നല്ല ചിത്രങ്ങളും നല്ല വസ്തുക്കളും എങ്ങനെ കൂടുതലായി നമ്മുടെ ചുമരുകളിൽ പതിപ്പിച്ചുകൊണ്ട് നമുക്ക് അനുയോജ്യമായ നമ്മുടെ ജീവിതത്തിലേക്ക് ആനന്ദവും ജീവിത വിജയവും സമ്പദ് സമൃദ്ധിയും കൈവരിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സൂക്ഷ്മോർജത്തിന്റെ ലഭ്യത എങ്ങനെ സമൃദ്ധമായി ഉറപ്പുവരുത്താമെന്ന് പ്രാണിക് ഫെങ്ഷുയി നിർദ്ദേശിക്കുന്നു. അതേപോലെ ചില പ്രത്യേക കണ്ണാടികൾ, ചില പ്രത്യേക മിറേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പദ് സമൃദ്ധി നമുക്ക് ആകർഷിക്കാം, നിറങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തെ സ്വാധീനിക്കുന്നത്, ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ നിറങ്ങൾ ഏതാണെന്നും അനുയോജ്യമായ നിറങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ഓരോ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അനുയോജ്യമായ സൂക്ഷ്മോർജത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താനും പ്രാണിക് ഫെങ്ഷുയിയുടെ പഠനം നമ്മളെ സഹായിക്കുന്നു. അതേപോലെ കൃത്യമല്ലാത്ത ഒരു ഫെങ്ഷുയി വഴി നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളെ അല്ലെങ്കിൽ നല്ലതല്ലാത്ത അനുഭവങ്ങളെ എങ്ങനെ നിർവീര്യമാക്കാം എന്നുള്ള കാര്യവും പ്രാണിക് ഫെങ്ഷുയിലൂടെ നമുക്ക് ലളിതമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. കൃത്യമല്ലാത്ത ഒരു ഫെങ്ഷുയി, ശരിയല്ലാത്ത ഫെങ്ഷുയി വഴി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നിഷേധാത്മകമായ നല്ലതല്ലാത്ത അനുഭവങ്ങളെയും നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അനുയോജ്യമായ ഊർജത്തെ നമുക്ക് എങ്ങനെ നമ്മുടെ ജോലി സ്ഥലത്തും വീടുകളിലും ഓഫീസുകളിലും ഒക്കെ സമൃദ്ധമായിട്ട് ലഭ്യമാക്കാമെന്നും നമ്മളെ പ്രതികൂലമായി ബാധിക്കുന്ന, പ്രതികൂലമായി സ്വാധീനിക്കുന്ന ഊർജ സാന്നിധ്യങ്ങളെ എങ്ങനെ നിഷ്പ്രയാസം നമുക്ക് നിർവീര്യമാക്കാൻ സാധിക്കും എന്നും പ്രാണിക് ഫെങ്ഷുയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും വളരെ ലളിതമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ഇനി മറ്റൊരു പ്രത്യേകത, അഡ്വാൻസ് പ്രാണിക് ഹീലിംഗ് കോഴ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും വളരെ ലളിതമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും സാധിക്കുന്ന തരത്തിലാണ് പ്രാണിക് ഫെങ്ഷുയിയുടെ ക്ലാസ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അഡ്വാൻസ് പ്രാണിക് ഹീലിംഗ് പഠിക്കാത്ത ആളുകൾക്കും ജൂലൈ 5-ാം തീയതിയാണ് പ്രാണിക് ഫെങ്ഷുയിയുടെ ക്ലാസ്. അതിനു മുമ്പായി ബേസിക് അഡ്വാൻസ് പ്രാണിക് ഹീലിംഗ് കോഴ്സുകൾ പൂർത്തീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാണിക് ഫെങ്ഷുയിയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ പ്രാണിക് ഫെങ്ഷുയിയുടെ ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആത്മാ നമസ്തേ. താങ്ക് യു.